ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമുക്കൊരു ബോട്ട് എങ്ങനെ നിർമ്മിച്ചെടുക്കാമെന്നതിനെക്കുറിച്ചാണ്. നമുക്ക് നേരെ വീട്ടിലോട്ട് വിട്ടാലോ. ഫ്രണ്ട്സ്, ഫസ്റ്റേ നമ്മൾ ഒരു കാർഡ്ബോർഡ് പീസ് ഈ ഒരു ആകൃതിയിൽ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും തന്നെ ഇല്ല, എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ഡിസൈൻ ചെയ്തെടുത്തതാണ്. കാർഡ്ബോർഡ് പീസിൻ്റെ സെയിം അളവിൽ തന്നെയാണ് തെർമോക്കോളും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒട്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഫ്രണ്ട്സ്, അതുപോലെ ഒരു ചെറിയ തെർമോക്കോൾ പീസ് ഒരു സൈഡ് ചെരിഞ്ഞ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തിനെന്നാൽ നമ്മുടെ മോട്ടറെല്ലാം സെറ്റ് ചെയ്തെടുക്കാനായിട്ടാണ്. അതുപോലെ അതിൻ്റെ അളവിൽ തന്നെ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ കാർഡ്ബോർഡിൽ ഒട്ടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ രണ്ട് DC മോട്ടർ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു RC കൺട്രോളിൻ്റെ ഒരു സർക്യൂട്ട് മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ റിമോട്ടിൻ്റെ സർക്യൂട്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ RC കൺട്രോളിൻ്റെ റിസീവ് സെക്ഷൻ. അതുപോലെ രണ്ട് ആൻറ്റനയും ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്കിപ്പോൾ ആറും എല്ലും കാണാൻ പറ്റും. ഓക്കെ, അതായത് റൈറ്റും ലെഫ്റ്റും ആണ്. ഈ രണ്ട് വയറും ഒരു മിനി മോട്ടറിൽ സെറ്റ് ചെയ്യാം. ഇതിലിപ്പോൾ Bയും Fഉം കാണാമല്ലേ, അതായത് ബാക്കും ഫ്രണ്ടും ആണ് കേട്ടോ. ഇനി നമുക്ക് ഇതും ഒരു മിനി മോട്ടറിൽ സോൾഡർ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ രണ്ട് മിനി മോട്ടറും സെറ്റ് ചെയ്തെടുത്തല്ലേ. ഇപ്പോൾ നമ്മൾ ഒരു ബാറ്ററി കേസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് റെഡ് വയർ പോസിറ്റീവായും ബ്ലാക്ക് വയർ നെഗറ്റീവായും കണക്ട് ചെയ്യണം. പോസിറ്റീവ് വയറുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നിടത്ത് നമ്മൾ ഒരു സ്വിച്ച് കൺട്രോൾ കൂടെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്കിതെല്ലാം നമ്മുടെ ബോർഡിലേക്ക് ഒട്ടിച്ചെടുക്കാം അല്ലേ. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ബാറ്ററി കേസ് ഒട്ടിച്ചെടുക്കാം. ബാറ്ററി കേസ് ഒട്ടിച്ചെടുക്കുമ്പോൾ സെൻറ്റർ തന്നെ ഒട്ടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം. എന്തെന്നാൽ ഒരു സൈഡിലേക്ക് ഒട്ടിച്ചെടുത്താൽ ഭാരം കൂടുന്ന സൈഡ് മാത്രം നമ്മുടെ ബോട്ട് ഒരു സൈഡിലേക്ക് ലൈറ്റായിട്ടൊന്ന് താഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സെൻറ്റർ തന്നെ ഫിക്സ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്വിച്ച് ഒരു സൈഡിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ബോർഡൊന്ന് ഒട്ടിച്ചെടുക്കണം. ഈ കാണുന്ന വെള്ള വയറിലേക്കാണ് നമ്മുടെ ആൻറ്റിന സെറ്റ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ.
ഓക്കെ, നമ്മൾ ആൻറ്റിന സെറ്റ് ചെയ്ത് കഴിഞ്ഞല്ലേ. ഇനി നമുക്ക് ഇളകി പോവാതിരിക്കാനായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ 2 മിനി 4 വിങ് വരുന്ന ഫാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ പാനയുടെ അകത്ത് വരുന്ന 2 ട്യൂബ് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ട്യൂബ് നമുക്ക് ഇത്രയും ലെങ്ത്ത് വേണ്ട, അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ 2 ട്യൂബും ഫാനിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ബോട്ടിൻ്റെ പ്രൊപ്പല്ലറെല്ലാം ഓൺലൈനിൽ മേടിക്കാവുന്നതാണ്, പക്ഷേ ഒരുപാട് റേറ്റ് വരുന്നുണ്ട്. നമ്മൾ മേടിച്ച ഫാൻ വെറും 10 രൂപയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മോട്ടറിലേക്ക് ഇതെല്ലാം സെറ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഒരു ബോക്സിൻ്റെ മുകളിൽ വെച്ചാണ് സെറ്റ് ചെയ്യുന്നത്. എന്തിനെന്നാൽ ഫാന് തറയിൽ ടച്ച് ആവാതിരിക്കാനായിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ 2 മോട്ടറും ആ ചെരിഞ്ഞ പ്രതലത്തിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ബാറ്ററി എല്ലാം ബാറ്ററി കേസിൽ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ബോട്ടിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് റിമോട്ടാണ് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ ബോട്ട് ഓൺ ചെയ്യാനുള്ള സ്വിച്ച്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരു ചെറിയ തെർമോക്കോൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവിൽ തന്നെ ഒരു കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ റിമോട്ടിൻ്റെ സർക്യൂട്ട്. ഇതിനകത്ത് നമുക്കിപ്പോൾ 3 വയറുകളും സ്വിച്ച് കൺട്രോളും കാണാം അല്ലേ. ഇനി നമുക്ക് നമ്മുടെ ബോർഡ് കാർഡ്ബോർഡ് പീസിലേക്ക് ഒട്ടിച്ചെടുക്കണം. അതിന് മുൻപ് നമ്മളിപ്പോൾ 2 ബാറ്ററി ഇടുന്ന ഒരു കേസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ പോസിറ്റീവും നെഗറ്റീവും നോക്കി സോൾഡർ ചെയ്യാം. നമ്മുടെ റിമോട്ട് സർക്യൂട്ടിൻ്റെ റെഡ് വയറും ബ്ലാക്ക് വയറും ആണ് കേട്ടോ ബാറ്ററിൻ്റെ കേസിലേക്ക് സോൾഡർ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ബോർഡും കേസെല്ലാം ഒട്ടിച്ചെടുക്കാം അല്ലേ. ഇതിലേക്ക് നമ്മുടെ ആൻറ്റിന കൂടെ സെറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മുടെ ആൻറ്റിന ഇളകി പോവാതിരിക്കാനായിട്ട് കുറച്ച് ഗ്ലൂ കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വർക്കിംഗ് ആവുന്നുണ്ടോ എന്ന് നോക്കണം. റിമോട്ടിൻ്റെ അകത്തേക്ക് ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ റിമോട്ടിൻ്റെ സ്വിച്ചുകളുടെ സൈഡിൽ ജസ്റ്റ് ഒന്ന് റൈറ്റും ലെഫ്റ്റും ബാക്കും ഫ്രണ്ടും എല്ലാം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ജസ്റ്റ് നമുക്കൊന്ന് അറിയാനായിട്ടാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കാണാമല്ലേ എത്രത്തോളം വർക്കിംഗ് ആണെന്ന്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്കൊരു വർക്ക് കൂടെ ഉണ്ട്. അതായത് വെള്ളത്തിലൊന്ന് ഓടിച്ചു നോക്കണം. ഇനി നമുക്കൊന്ന് ഓടിച്ചു നോക്കാം അല്ലേ. ഫ്രണ്ട്സ്, ഇത് വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതിലും നല്ലൊരു വീഡിയോസുമായിട്ട് കാണുമെന്ന പ്രതീക്ഷയിൽ താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.